കെഎസ്ഇബിയിൽ പോര് കനക്കുന്നു. ബോർഡ് ചെയർമാനെയും മന്ത്രിയെയും കടന്നാക്രമിച്ച് മുൻമന്ത്രി എം മണി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടപടിക്രമം പാലിക്കാതെ കെഎസ്ഇബി ഭൂമി പാട്ടത്തിന് നൽകിയെന്ന വിമർശനം തള്ളി. ആരോപണം പരിശോധിക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വിമർശനം വസ്തുതാവിരുദ്ധമെന്ന് കെഎസ്ഇബി ചെയർമാൻ ഡോക്ടർ ബി അശോക്. മാനേജ്മെന്റ് നിലപാട് ദൌർഭാഗ്യകരമെന്ന് എളമരം കരീം. നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ് വയലാറ്റ് ഉൾപ്പെട്ട പോക്സോ കേസിൽ കൂടുതൽ തെളിവുകൾ 24-ന്. പീഡനശ്രമം ഉണ്ടായെന്ന് പരാതിക്കാരി പറയുന്ന ദിവസത്തെ DJ പാർട്ടിയുടെ ദൃശ്യങ്ങൾ പുറത്ത്. സൈജു തങ്കച്ചൻ പെൺകുട്ടികളെ കാറിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും 24-ന്. പരാതിക്കാരിക്കെതിരെ അഞ്ജലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇരയുടെ പേര് വെളിപ്പെടുത്തിയതിന് അഞ്ജലിക്കെതിരെ കേസെടുക്കുന്നത് പരിശോധിക്കുമെന്ന് അന്വേഷണ സംഘം. അഞ്ജലിക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി പരാതിക്കാരി. വിദേശത്തു നിന്നും കേരളത്തിലേക്ക് വൻതോതിൽ ലഹരിക്കടത്ത്. ഫോറിൻ പോസ്റ്റ് ഓഫീസ് വഴി പാഴ്സലായി കടത്തുന്നത് വീര്യം കൂടിയ ലഹരി മരുന്നുകൾ. 2 വർഷത്തിനിടെ പിടികൂടിയത് 53 പാഴ്സലുകൾ. കേസുകൾ രജിസ്റ്റർ ചെയ്യാതെ കസ്റ്റംസ്. 24 എക്സ്ക്ലൂസീവ്. കൊച്ചിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. ഹോട്ടൽ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ സ്ത്രീകളടക്കം 8 പേർ പിടിയിൽ. 55 ഗ്രാം MDMA പിടികൂടി. ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ കർണാടക ഹൈക്കോടതിയുടെ വിശാല ബെഞ്ച് വാദം കേൾക്കുന്നു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ഹിജാബ് നിരോധനം ഭരണഘടനാ ലംഘനമെന്ന് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സംസ്ഥാനത്ത് 1 മുതൽ 9-ാം ക്ലാസ് വരെ വാർഷിക പരീക്ഷ ഏപ്രിലിൽ. ക്ലാസുകൾ മാർച്ച് 31 വരെ. തീരുമാനം വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച അധ്യാപക സംഘടനകളുടെ യോഗത്തിൽ. ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയതിനെ അനുകൂലിച്ച അധ്യാപക സംഘടനകൾ. വിമർശനങ്ങളോട് അസഹിഷ്ണുതയില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിക്ടേഴ്സ് വഴിയുള്ള ഡിജിറ്റൽ ക്ലാസ് തുടരും. യുദ്ധഭീതിക്കിടെ യുക്രൈൻ വിടാൻ പൌരന്മാർക്ക് നിർദ്ദേശം നൽകി ഇന്ത്യ. വിദ്യാർത്ഥികൾ ഉടൻ യുക്രൈൻ വിടണമെന്ന് എംബസി. അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ ഇന്ത്യൻ പൌരന്മാർ യുക്രൈനിൽ തുടരാൻ പാടില്ലെന്ന് നിർദ്ദേശം. സമവായ ചർച്ചകൾക്കായി ജർമ്മൻ ചാൻസലർ മോസ്കോയിൽ വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തും. കാലിത്തീറ്റ കുംഭകോണത്തിലെ ഒരു കേസിൽ കൂടി ലാലു പ്രസാദ് യാദവ് കുറ്റക്കാരൻ. വിധി റാഞ്ചിയിലെ പ്രത്യേക CBI കോടതിയുടേത്. ശിക്ഷാവിധി തിങ്കളാഴ്ച. ജാർഖണ്ഡിലെ ഡോറന്റ ട്രഷറിയിൽ നിന്ന് 139.35 കോടി രൂപ പിൻവലിച്ചതിൽ ക്രമക്കേടെന്ന് കോടതി. സ്വർണ്ണക്കടത്ത് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം തേടി സ്വപ്ന സുരേഷ്. ശാരീരിക ബുദ്ധിമുട്ടുണ്ടെന്ന് കൊച്ചി ED ഓഫീസിൽ നേരിട്ട് ഹാജരായി അറിയിച്ചു. 2 ദിവസത്തിനകം മൊഴി നൽകാനെത്തുമെന്ന് സ്വപ്ന സുരേഷ്. പാലക്കാട് ഒറ്റപ്പാലത്തിനടുത്ത് കുഴിച്ചുമൂടിയ നിലയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം ആഷിഖിന്റേതാണോ എന്നറിയാൻ ഫോറൻസിക് പരിശോധന നടത്തും. നടിയെ ആക്രമിച്ച കേസിന്റെ തുടരന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജിയെ എതിർത്ത് നടി. കക്ഷി ചേരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഹർജി പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കുറവൻകോണം കൊലപാതക കേസിൽ ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയായി. മാലയുടെ ലോക്കറ്റ് റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പ്രതിയുടെ മൊഴി. പരിശോധനയിൽ ലോക്കറ്റ് കണ്ടെത്താനായില്ല. പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകി അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ പ്രതിയുടെ ശ്രമമെന്ന് പേരൂർക്കട CI വി സജികുമാർ. ഫാഷൻ ഗോൾഡ് തട്ടിപ്പിൽ തുടർ നീക്കവുമായി ക്രൈംബ്രാഞ്ച്. MC കമറുദ്ദീന്റെയും പൂക്കോയ തങ്ങളുടെയും വീടുകളിൽ റെയ്ഡ്. കേസിൽ അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത് തന്നെ മാത്രമെന്ന് MC കമറുദ്ദീൻ. സ്വാഭാവിക അന്വേഷണ നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള പരിശോധനയാണ് നടന്നതെന്നും കമറുദ്ദീൻ. കണ്ണൂർ തോട്ടട ബോംബാക്രമണത്തിൽ പ്രാഥമിക പ്രതിപ്പട്ടികയിൽ 5 പേർ. പ്രധാന പ്രതി മിഥുൻ സംസ്ഥാനം വിട്ടതായി സൂചന. സംഘത്തിൽ ഉൾപ്പെട്ട വടകര സ്വദേശിയെ തിരിച്ചറിഞ്ഞു. ബോംബ് നിർമ്മിച്ചത് ചേലോറയിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൽ നിന്ന് മൊഴി. കൊല്ലപ്പെട്ട ജിഷ്ണുവും ബോംബ് എറിഞ്ഞവരും എത്തിയ ട്രാവലർ എടക്കാട് സ്റ്റേഷനിൽ ഹാജരാക്കി. കോഴിക്കോട് പുറക്കാട്ടേരിയിൽ വാഹനാപകടത്തിൽ 3 മരണം. അപകടം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ട്രാവലറും ലോറിയും കൂട്ടിയിടിച്ച് 12 പേർക്ക് പരുക്ക്. ട്രാവലർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പോലീസ്. 4 പേരുടെ നില അതീവ ഗുരുതരം. 2 പേർ വെന്റിലേറ്ററിൽ. ഏറ്റുമാനൂരിൽ ലോറിയും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. മരിച്ചത് കടപ്പൂർ സ്വദേശി ദിലീപ്. റോഡിൽ വീണ ദിലീപിന്റെ തലയിലൂടെ ലോറിയുടെ പിൻചക്രം കയറിയിറങ്ങി. അപകടം MC റോഡിൽ പട്ടിത്താനത്ത്. കാസർഗോഡ് കൊലക്കേസ് പ്രതി തൂങ്ങി മരിച്ച നിലയിൽ. BJP പ്രവർത്തകനായ ജ്യോതിഷ് കുമാറാണ് മരിച്ചത്. 2008-ലെ മുഹമ്മദ് വധക്കേസിലെ പ്രതിയാണ്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ. പോലീസ് അന്വേഷണം തുടങ്ങി. എറണാകുളം ഹൗറ അന്ത്യോദയ എക്സ്പ്രസിൽ TTEക്ക് മർദ്ദനം. അതിഥി തൊഴിലാളികൾ മർദ്ദിച്ചത് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതിന്. പരുക്കേറ്റ പെരുമ്പാവൂർ സ്വദേശി ബെസ്സി ചികിത്സയിൽ. കൊച്ചിയിൽ മോഷ്ടിച്ച കാറ് OLX-ലിട്ട് വിൽപ്പന നടത്തിയ സംഘം പിടിയിൽ. കാർ വാങ്ങിയവരിൽ നിന്ന് കാറ് മോഷ്ടിച്ച് വീണ്ടും വിറ്റെന്ന് പോലീസ്. പിടിയിലായത് 3-അംഗ സംഘം. വിഭാഗീയത രൂക്ഷമെന്ന് CPIM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം.
ആലപ്പുഴ, തകഴി, മാന്നാർ, ഹരിപ്പാട് സമ്മേളനങ്ങളിൽ വിഭാഗീയത പ്രതിഫലിച്ചു. കുട്ടനാട്ടിലെ സ്ഥാനാർത്ഥി സ്വീകാര്യനായിരുന്നില്ലെന്ന് വിലയിരുത്തൽ. അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും മാനസികാഐക്യം തകർന്നെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ള. ചേർത്തലയിൽ ഒരു വിഭാഗം CPI പ്രവർത്തകർ പ്രചാരണത്തിൽ സജീവമായില്ലെന്നും വിമർശനം. മമതാ ബാനർജി വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ പിണറായി വിജയൻ പങ്കെടുക്കുന്ന കാര്യത്തിൽ CPIM ദേശീയ നേതൃത്വത്തിൽ ഭിന്നത. എതിർപ്പുമായി ബംഗാൾ ഘടകവും യെച്ചൂരി വിഭാഗവും. യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യം പരിഗണിക്കണമെന്ന് പ്രകാശ് കാരാട്ട് അടക്കമുള്ളവർ. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ 30,000-ൽ താഴെ. 24 മണിക്കൂറിടെ സ്ഥിരീകരിച്ചത് 27,409 പോസിറ്റീവ് കേസുകളും 347 മരണവും. TPR 2.23% താഴ്ന്നു. രാജ്യത്തെ 76% മുതിർന്നവർക്കും സമ്പൂർണ്ണ വാക്സിനേഷൻ നൽകാനായെന്ന് കണക്കുകൾ. മലപ്പുറം ചങ്ങരംകുളത്ത് യുവാവിന് ക്രൂരമർദ്ദനം. ആലംകോട് സ്വദേശി സൽമാനുൽ ഫാരിസിന്റെ താടിയെല്ല് പൊട്ടി, ചെവിക്കും ഗുരുതര പരുക്ക്. മർദ്ദനം കടം നൽകിയ പണം തിരിച്ചു നൽകാത്തതിന്. INL അഡ്ഹോക് കമ്മിറ്റി നാളെ. മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടാണ് യോഗം. സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടതിനു ശേഷമുള്ള യോഗം നിർണായകം. ആറ്റുകാൽ പൊങ്കാല പണ്ടാര അടുപ്പിൽ മാത്രമായി ചുരുക്കിയെന്ന് ക്ഷേത്രം ട്രസ്റ്റ്. ക്ഷേത്ര പരിസരത്ത് പൊങ്കാല അർപ്പണം ഉണ്ടാകില്ല. സമയക്രമം പാലിച്ച് വീടുകളിൽ പൊങ്കാല അർപ്പിക്കും. ക്ഷേത്ര ദർശനത്തിന് തടസ്സമില്ല. കാലിക്കറ്റ് സർവകലാശാല ഡിഗ്രി പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ കാണാനില്ലെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് സിൻഡിക്കേറ്റ്. മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകർക്കിടയിൽ കക്ഷി രാഷ്ട്രീയം കടന്നുവരുന്നെന്ന് വിമർശനം. പരീക്ഷാ സംവിധാനത്തോട് മുഖം തിരിഞ്ഞു നിന്നവരെ കണ്ടെത്താൻ സമിതിയെ നിയോഗിച്ചെന്ന് വിശദീകരണം. യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. കൊല്ലം കൊട്ടാരക്കരയിൽ 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച അതിഥി തൊഴിലാളി അറസ്റ്റിൽ. പിടിയിലായത് പശ്ചിമബംഗാൾ സ്വദേശി ഷമീർ അലം. പീഡനശേഷം നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അറസ്റ്റ്. കോഴിക്കോട്ട് ആസിഡ് കഴിച്ച് വിദ്യാർത്ഥി അവശനിലയിൽ. വിനോദയാത്രയ്ക്കെത്തിയ കുട്ടി വെള്ളമാണെന്ന് കരുതി ആസിഡ് കുടിച്ചു. ഛർദി വീണ് സുഹൃത്തിന് പൊള്ളൽ. ഇരുവരും പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. സംഭവത്തെ തുടർന്ന് വരയ്ക്കൽ ബീച്ചിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തി. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ നീളം കുറയ്ക്കുന്ന നടപടി റദ്ദാക്കി. ഉത്തരവ് പുറത്തിറക്കിയ എയർപോർട്ട് അതോറിറ്റി. നിത്യഭൂമി കേസിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ 10 ദിവസത്തിനകം സമർപ്പിക്കാൻ PV അൻവർ MLAക്ക് നിർദ്ദേശം നൽകി താമരശ്ശേരി ലാൻഡ് ബോർഡ്. അഭിഭാഷകൻ മുഖേന PV അൻവർ 10 ദിവസം സമയം ചോദിച്ചിരുന്നു. ഇനി 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന് തിരിച്ചടി. മുൻ കേന്ദ്ര നിയമമന്ത്രി അശ്വിനി കുമാർ പാർട്ടി വിട്ടു. രാജിക്കത്ത് സോണിയാഗാന്ധിക്ക് കൈമാറി. ഉത്തർപ്രദേശിൽ കൂടുതൽ പ്രചാരണ റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പങ്കെടുപ്പിക്കാൻ BJP. തീരുമാനം 2 ഘട്ടങ്ങളിലെ വോട്ടിംഗ് വിലയിരുത്തിയ ശേഷം. പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജീത് സിംഗ് ചന്നിയുടെ ഹെലികോപ്റ്ററിന് അനുമതി നിഷേധിച്ച സംഭവത്തിൽ വാക്പോര്. അനുമതി നിഷേധിച്ചത് മനഃപൂർവ്വമെന്ന് ചന്നി. ദേശീയ വാർത്തകൾ. ഡൽഹിയിലെ അധികാര തർക്കം സംബന്ധിച്ച കേസിൽ മാർച്ച് 3-ന് വാദം കേൾക്കാമെന്ന് സുപ്രീംകോടതി. തീരുമാനം ഡൽഹി സർക്കാരിന്റെ ആവശ്യത്തെ തുടർന്നു. ജാനുവരിയിൽ രാജ്യത്തെ ചില്ലറ വിൽപ്പനയിൽ 34% കുറവുണ്ടായതായി റീറ്റെയിലേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. കോവിഡ് നിയന്ത്രണങ്ങൾ തിരിച്ചടിയായെന്ന് ചില്ലറ വ്യാപാരികളുടെ കൂട്ടായ്മ. തമിഴ്നാട്ടിലെ മധുരയിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 2 പേർക്ക് പരുക്ക്. ജയ്പൂരിലുണ്ടായ വാഹനാപകടത്തിൽ 4 പോലീസുകാർ അടക്കം 5 പേർ മരിച്ചു. മരിച്ചത് ഗുജറാത്ത് പോലീസിലെ ഉദ്യോഗസ്ഥർ. എയർ ഇന്ത്യക്ക് പുതിയ MD നിയമിച്ച ടാറ്റ. ടർക്കിഷ് എയർലൈൻസിന്റെ മുൻ ചെയർമാൻ ഇൽക്കർ ഐസിയാണ് പുതിയ മേധാവി. ഡൽഹിയിൽ സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ ഇതുവരെ ചെലവഴിച്ചത് 484 കോടി രൂപ. 48 കോടിയിലേറെ പേർ സേവനം പ്രയോജനപ്പെടുത്തി. പാർലമെന്റ് നടപടികളുടെ തത്സമയ സംപ്രേഷണം നടത്തുന്ന സൺസദ് TVയുടെ യൂട്യൂബ് അക്കൗണ്ട് നീക്കം ചെയ്തു. നടപടി യൂട്യൂബിന്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന് ആരോപിച്ചു. മുംബൈയിൽ വിവിധ സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന. അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് പരിശോധന. ഉത്തർപ്രദേശ് ലക്നൌ റേഞ്ച് IGക്കെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി സമാജ്വാദി പാർട്ടി. BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഭർത്താവിന് വോട്ട് ചെയ്യാൻ ആളുകളെ നിർബന്ധിക്കുന്നതായാണ് പരാതി. BJP ഭരണത്തിൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ നിരവധി CPIM നേതാക്കൾ കൊല്ലപ്പെട്ടുവെന്ന ആരോപണവുമായി ത്രിപുര പ്രതിപക്ഷ നേതാവ് മണിക് സർക്കാർ. 2018-ന് ശേഷം സംസ്ഥാനത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് BJP. അന്താരാഷ്ട്ര വാർത്തകൾ.
ക്വാഡിന്റെ കരുത്തും മേഖലയിലെ വികസനത്തിന്റെ എഞ്ചിനുമാണ് ഇന്ത്യയെന്ന് വൈറ്റ് ഹൌസ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതികരണം. യുക്രൈനിൽ സംഘർഷം പുകയുന്നതിനിടെ എംബസി മാറ്റാനൊരുങ്ങിയ അമേരിക്ക. ഖൈവിലുള്ള എംബസി പടിഞ്ഞാറൻ യുക്രൈനിയൻ നഗരമായ ലിവിവിലേക്ക് മാറ്റാൻ തീരുമാനം. സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ വളർച്ച രേഖപ്പെടുത്തി ജാപ്പനീസ് സമ്പദ് വ്യവസ്ഥ. വാർഷിക സാമ്പത്തിക വളർച്ച 5.4%. കാനഡയിൽ അടിയന്തരാവസ്ഥാ നിയമങ്ങൾ പ്രയോഗിക്കാനൊരുങ്ങി പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. നടപടി സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ തണുപ്പിക്കാൻ. കാനഡയിലെ അതിർത്തി ഉപരോധവുമായി ബന്ധപ്പെട്ട സംഘത്തിലെ 11 പേർ അറസ്റ്റിൽ. ഇവരിൽ നിന്ന് തോക്കുകൾ ഉൾപ്പെടെ ആയുധങ്ങൾ പിടിച്ചെടുത്തതായി പോലീസ്. കോവിഡ് വ്യാപനം രൂക്ഷമായ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് പൌരന്മാരോട് അഭ്യർത്ഥിച്ച അമേരിക്ക. ദക്ഷിണ കൊറിയ, അസർബൈജാൻ, ബെലാറസ് എന്നിവയുൾപ്പെടെ 6 രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ. ഉപരോധങ്ങൾ നീക്കിയാൽ ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കാമെന്ന് ഇറാൻ. നിർദ്ദേശം വിയന്നയിൽ നടക്കുന്ന ചർച്ചയിൽ. യുക്രൈന്റെയും റഷ്യയുടെയും വിദേശകാര്യമന്ത്രിമാരുമായി ചർച്ച നടത്തിയ ഐക്യരാഷ്ട്രസഭ മേധാവി ആന്റോണിയോ ഗുട്ടറസ്. നയതന്ത്ര ചർച്ചകൾക്ക് ഇരു രാജ്യങ്ങളെയും സ്വാഗതം ചെയ്ത ഐക്യരാഷ്ട്രസഭ. ജർമ്മനിയിലെ മ്യൂണിക്കിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച അപകടം. 1 മരണം, 14 പേർക്ക് പരുക്ക്. അന്വേഷണം തുടങ്ങി. ഹോണ്ടുറാസ് മുൻ പ്രസിഡന്റ് ജുവാൻ ഓർലാൻഡോ ഹെർണാണ്ടസിനെ കൈമാറണമെന്നാവശ്യപ്പെട്ട് US. നടപടി മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ആരോപിച്ചു. സ്പോർട്സ് ന്യൂസ്. ISLൽ FC ഗോവ ATK മോഹൻ ബഗാനെ നേരിടും. മത്സരം രാത്രി 7:30 GMC അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ. വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 പരമ്പരയിൽ ഋഷഭ് പന്ത് ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനാകും. പരുക്കേറ്റ് KL രാഹുൽ പരമ്പരയിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് പന്ത് വൈസ് ക്യാപ്റ്റനാകുന്നത്. പ്രൈം വോളി ലീഗിൽ ഇന്ന് കൊൽക്കത്ത തണ്ടർബോൾട്ട് ഹൈദരാബാദ് ബ്ലാക്ക് ഹോക്സ് പോരാട്ടം. മത്സരം രാത്രി 7 ഗച്ചിബൌളി ഇൻഡോർ സ്റ്റേഡിയത്തിൽ. വാക്സിനേഷനിൽ നിലപാട് വ്യക്തമാക്കി ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ച്. താൻ വാക്സിനേഷൻ എതിരല്ലെന്ന് ജോക്കോവിച്ച്. എതിർപ്പ് നിർബന്ധിത വാക്സിനേഷനോട്. ജില്ലാ വാർത്തകൾ. വൈദ്യുതി ഭവനിൽ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനെ നിയോഗിക്കാനുള്ള നീക്കത്തിനെതിരെ ഇടത് സംഘടനകൾ. KSEB സംസ്ഥാന സംയുക്ത സമരസമിതിയുടെ അനിശ്ചിതകാല സമരം തുടങ്ങി. നഴ്സസിന് വിദേശ ജോലി ഉറപ്പാക്കാൻ പരിശീലനവുമായി വനിതാ വികസന കോർപ്പറേഷൻ. അഡ്വാൻസ് സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം ഫോർ നഴ്സസ് എന്ന പേരിലാണ് പദ്ധതി. മലയോര ഹൈവേയുടെ 1ാം റീച്ച് കടന്നു പോകുന്ന ചൂണ്ടിക്കലിൽ കലുങ്ക് നിർമ്മാണം തുടങ്ങി. 6 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലുമാണ് നിർമ്മാണം. കരുതൽ കഴക്കൂട്ടം പദ്ധതിയെ പ്രശംസിച്ച K മുരളീധരൻ MP. പദ്ധതി പാവങ്ങൾക്കും സാധാരണക്കാർക്കും തണലാകുമെന്ന് K മുരളീധരൻ MP. 10 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 8 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും. തിരുവനന്തപുരം അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് കടകംപള്ളി സ്വദേശി ഉത്തമനെ. പവിത്രേശ്വരം പഞ്ചായത്തിലെ നെൽപ്പാടങ്ങളിൽ വെള്ളം കയറി കൃഷി നശിച്ചു. മുന്നറിയിപ്പില്ലാതെ കനാൽ തുറന്നതും പെട്ടെന്നുണ്ടായ മഴയുമാണ് കൃഷിനാശത്തിന് ഇടയാക്കിയത്. MDMAയും കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിൽ. തിരൂർ സ്വദേശിയായ അബ്ദുൾ മുബഷീർ, കൊല്ലം കുന്നിക്കോട് സ്വദേശിയായ മുഹമ്മദ് ആഷിഖ് എന്നിവരാണ് പിടിയിലായത്. പുനലൂർ തൂക്കുപാലത്തിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കാൻ DTPC. പുനലൂർ MLA PS സുബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം തൂക്കുപാലത്തിൽ സന്ദർശനം നടത്തി. കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിലായ കടപ്ര പഞ്ചായത്തിലെ സീനിയർ ക്ലർക്ക് PC പ്രദീപ് കുമാർ റിമാൻഡിൽ. കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റി നൽകാൻ വളഞ്ഞവട്ടം സ്വദേശിയിൽ നിന്ന് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് 15,000 രൂപ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭാ സ്ഥാപകൻ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവന്റെ 144ാമത് ജന്മവാർഷികം ആഘോഷിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് PRDS യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ നടത്തി. നെടുമ്പുറം പഞ്ചായത്തിലെ വാളത്തിൽ തോട്ടിൽ സ്വകാര്യ വ്യക്തിയുടെ കരിങ്കൽ ഭിത്തി നിർമ്മാണത്തിനെതിരെ പരാതിയുമായി നാട്ടുകാർ. കരിങ്കൽ ഭിത്തി നിർമ്മിക്കുന്നത് തോട്ടിലേക്ക് ഇറക്കി. പുനർനിർമ്മാണം നടത്തിയ തറയിൽപ്പടി ചിറക്കാല റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ നിർവഹിച്ചു. റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഓമല്ലൂർ ചെന്നീർക്കര പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചു. 15-കാരിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് കൊച്ചുപുരയ്ക്കൽ വീട്ടിൽ പ്രകാശ് രാജ്. പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ കീഴ്വായ്പൂർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. നദികളുടെ പുനരുജ്ജീവനം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ആദിപമ്പ, വരട്ടാർ നദികളുടെ 2ാം ഘട്ട പുനരുജ്ജീവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു റോഷി അഗസ്റ്റിൻ.
നവീകരിച്ച തിരുവിഴ AS കനാൽ റോഡ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന സൗകര്യ മേഖലയിൽ സമാനതകളില്ലാത്ത വികസനമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് മന്ത്രി. ഈരാറ്റുപേട്ട തീക്കോയി വാഗമൺ റോഡിൽ മാലിന്യം തള്ളുന്നതായി പരാതി. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ളതും പച്ചക്കറി മാലിന്യങ്ങളുമാണ് റോഡിൽ തള്ളുന്നത്. CSI ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ കൺവെൻഷൻ സമാപിച്ചു. ബംഗളൂരു UTC ഡോക്ടറൽ ഫെലോ റെവറൻ ജോസഫ് സാമുവേൽ സമാപന ദിനം വചന ശുശ്രൂഷ നിർവഹിച്ചു. ഇടുക്കി NSS കോളേജിന് മുന്നിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചത് പ്ലാംകുടിയിൽ ജെയ്സ് ജോയ്. തൃപ്പൂണിത്തുറയിൽ കശാപ്പുശാലയിലേക്ക് ടെമ്പോയിൽ കൊണ്ടുപോയ പോത്തുകളിൽ 2 എണ്ണം വണ്ടിയിൽ നിന്ന് ചാടി അപകടം. ഒരെണ്ണം തൊട്ടു പിറകെ വന്ന് ടെമ്പോ ട്രാവലറിൽ ഇടിച്ച് ചത്തു. പിറവം പേപ്പതിയിൽ എക്സൈസ് വകുപ്പിന്റെ സ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറിയതായി പരാതി. എക്സൈസ് സംഘം എത്തി പ്രദേശത്ത് ബോർഡ് സ്ഥാപിച്ചു. പറവൂർ കാളികുളങ്ങര ക്ഷേത്രത്തിൽ വലിയ വിളക്കുത്സവത്തിന്റെ ഭാഗമായി വൻ ഭക്തജന തിരക്ക്. പുരാതന കാലം മുതൽ ആരാധന നടക്കുന്ന ക്ഷേത്രത്തിൽ പൊങ്കാലയിടൽ അടക്കമുള്ള ചടങ്ങുകൾക്കാണ് ഭക്തജനങ്ങൾ എത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ഉത്സവ പകർച്ച കിറ്റ് വിതരണം നടന്നു. പൂന്താനം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി PC ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. അതിരപ്പള്ളിയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന ജീപ്പ് നിയന്ത്രണം വിട്ടുമറിഞ്ഞു. അപകടത്തിൽപ്പെട്ടത് കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ജീവനക്കാർ സഞ്ചരിച്ച വാഹനം. എന്റെ ഗ്രാമം ഞാങ്ങാട്ടിരി വാട്സ്ആപ്പ് കൂട്ടായ്മ സമാഹരിച്ച ചികിത്സാ സഹായ നിധി ആർട്ടിസ്റ്റ് രതീഷിന് കൈമാറി. 50,708 രൂപയാണ് സമാഹരിച്ചത്. വെള്ളിയാങ്കൽ റെഗുലേറ്ററിലെ അറ്റകുറ്റപ്പണികൾ വിലയിരുത്തി ഡോക്ടർ E ശ്രീധരൻ ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ ഭാരവാഹികളോടൊപ്പം സ്ഥലം സന്ദർശിച്ചു. കോങ്ങാട് കല്ലങ്കോട് ചെക്ക് ഡാം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. വേനൽക്കാലത്ത് കർഷകരുടെ പ്രധാന ജലസേചന മാർഗമാണ് തകർന്നു കിടക്കുന്നത്. മലമ്പുഴ ധോണിയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം. വനംവകുപ്പ് സ്ഥാപിച്ച കൂടിന് സമീപം ഇന്നലെ പുലിയെത്തി. വനംവകുപ്പിന്റെ ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞു. മലപ്പുറം ഇരുമ്പിളിയത്തിലെ നവീകരിച്ച മായിൻപടി റോഡ് നാടിന് സമർപ്പിച്ചു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. അനധികൃതമായി മദ്യം കടത്തിയാളെ എക്സൈസ് പിടികൂടി. പള്ളിവീട്ടിൽ സക്കീർ ഹുസൈനെയാണ് നിലമ്പൂർ എക്സൈസ് സംഘം പിടികൂടിയത്. വിഷ്ണുമംഗലം പുഴയുടെ ബണ്ട് പരിസരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ തുടങ്ങി. നാദാപുരം MLA EK വിജയൻ പ്രവൃത്തികൾക്ക് തുടക്കമിട്ടു. കോഴിക്കോട് വളയം ചുഴലിയിൽ വീട്ടിൽ കയറി സ്വർണ്ണാഭരണം കവർന്നു. ചുഴലിയിലെ കടന്നക്കണ്ടി രവീന്ദ്രന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. നിയന്ത്രണമറ്റ ടിപ്പർ ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞു. താമരശ്ശേരി ചുങ്കം ജംഗ്ഷന് സമീപം മുക്കം റോഡിൽ റഫീഖിന്റെ വീടിന് മുകളിലേക്കാണ് ലോറി മറിഞ്ഞത്. അപകടം ഇന്ന് പുലർച്ചെ. വയനാട് ജില്ലയിൽ 10ാം തരം തുല്യതാ പരീക്ഷയ്ക്കുള്ള ട്രാൻസ്ജെൻഡേഴ്സിന്റെ രജിസ്ട്രേഷൻ തുടങ്ങി. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഭാഗമായാണ് പദ്ധതി. വയനാട് നടവയലിലെ വാടക ക്വാർട്ടേഴ്സിൽ യുവാവ് വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. പനമരം സ്വദേശി CR അനൂപാണ് മരിച്ചത്. മാങ്ങാട്ടുപറമ്പ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മോഡൽ കരിയർ സെന്റർ ആരംഭിക്കുന്നു. സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ പ്രാപ്യമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പദ്ധതി. കാസർഗോഡ് പിലിക്കോട് വെൽഫെയർ സ്കൂൾ ശതാബ്ദി നിറവിൽ ആഘോഷ പരിപാടികളുടെ ലോഗോ പ്രകാശനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M കൃഷ്ണൻ നിർവഹിച്ചു. കോങ്കോയിൽ മതവിഭാഗത്തിന്റെ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്തവർക്ക് പറക്കാൻ കഴിഞ്ഞതായി പ്രചാരണം. യഥാർത്ഥത്തിൽ മാറ്റ് സൗനിസ്റ്റ് മതസമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർ പ്രത്യേക തരത്തിൽ വായുവിൽ ഉയർന്നു ചാടുന്ന ദൃശ്യങ്ങളാണ് പറക്കാനുള്ള ശക്തി ലഭിച്ചുവെന്ന തലക്കെട്ടോടെ വ്യാജമായി പ്രചരിപ്പിക്കുന്നത്. 100 ന്യൂസ് തുടരുന്നു. ഇനി ഇപ്പോൾ കിട്ടിയത് മണൽക്കടത്ത് കേസിൽ ബിഷപ്പ് സാമുവൽ മാർ ഐറേനിയൂസ് ഉൾപ്പെടെ 5 വൈദികർക്ക് ജാമ്യം അനുവദിച്ചത് മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ച്. അംബാ സമുദ്രഭാഗത്ത് സഭാവക സ്ഥലം പാട്ടത്തിനെടുത്തയാൾ മണൽ വാരിയതിന്റെ പേരിലായിരുന്നു കേസ്. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ ഒരാൾ കൂടി അറസ്റ്റ് ചെയ്തത് ജ്വല്ലറി ഡയറക്ടർ കണ്ണൂർ മാട്ടൂൽ സ്വദേശി ഹാരിസ് അബ്ദുൽ ഖാദറിനെ വഞ്ചനാ കുറ്റം ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. റഷ്യൻ അധിനിവേശം തടയാൻ സാധിച്ചതായി യുക്രൈൻ. അതിർത്തികളിൽ നിന്ന് റഷ്യ സൈന്യത്തെ പിൻവലിക്കുമെന്നറിയിച്ചതായി യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബ. 2008 അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിൽ വിധി ഈ മാസം 18-ന്. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ. 56 പേർ കൊല്ലപ്പെടുകയും 200 പേർക്ക് പരുക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ വിധി പറയുന്നത് 13 വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷം. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തിൽ വൻ വർധനയെന്ന് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. കഴിഞ്ഞ വർഷം പിടികൂടിയത് 7282 കിലോ ഹെറോയിൻ. രേഖപ്പെടുത്തിയത് കഴിഞ്ഞ 5 വർഷത്തേതിനേക്കാൾ 3 ഇരട്ടി വർധന.
100 ന്യൂസ് അവസാനിക്കുന്നു. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.